രംഗങ്ങളിൽ എന്നും പ്രൗഢിയോടെ നിലകൊള്ളുന്ന പ്രകാശത്തിന്റെ സ്ഥലം എന്നർത്ഥം വരുന്ന സുന്ദരദേശം, ഹൈറേഞ്ചിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന നാട് കോതമംഗലം. ഇവിടെ അഭൗമ്യ തേജസ്സോടെ അറിവിന്റെ സൂര്യനായി ഉദിച്ചു നിൽക്കുകയാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ ഇടവകയിൽ 1936 ഇംഗ്ലീഷ് മിഡിൽ സ്കൂളായി പ്രവർത്തനം ആരംഭിച്ചു. ക്രമേണ 1998 ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്ന് തന്റെ കർമ്മരംഗത്ത് 90 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച് നവതിയുടെ നിറവിൽ എത്തിയിരിക്കുന്ന ഈ നാടിന്റെ ഹൃദയത്തുടിപ്പാകുന്ന നമ്മുടെ സ്കൂളിന്റെ കഴിഞ്ഞ വർഷത്തെ അധ്യയന പ്രവർത്തനങ്ങളെ നമുക്കടുത്തറിയാം. സുദൃഢവും കാര്യക്ഷമവുമായ മാനേജ്മെന്റും PTA-യും സ്കൂൾ പ്രവർത്തനങ്ങളെ സുഗമവും സുതാര്യവുമാക്കുന്നു. കോതമംഗലം രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് മുഖ്യ രക്ഷാധികാരിയായും വെരി റെവറൻ ഡോക്ടർ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ വിദ്യാഭ്യാസ മാനേജറായും വെരി റെവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ വിദ്യാഭ്യാസ സെക്രട്ടറിയുമായ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ മാനേജർ വെരി റെവറൻ ഡോക്ടർ മാത്യു കൊച്ചുപുരക്കലാണ്. ശ്രീ ജെയിൻ ജോസ് പ്രിൻസിപ്പലായും ശ്രീമതി സ്റ്റെല്ല മാത്യു ഹെഡ് മിസ്ട്രസായും പ്രവർത്തിച്ചു വരുന്നു. അറിവിന്റെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്ന അധ്യാപകർ ഓരോ ക്ലാസ് മുറികളും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ തളരാത്ത ചുവടുവെപ്പുകളായി മാറുന്നു. മാനേജ്മെന്റിനോടും അധ്യാപകരോടും സഹകരിച്ചുകൊണ്ട് സ്കൂളിന്റെ നാനാമുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കി സ്കൂൾ PTA പ്രവർത്തിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീ ബിജിമോൻ മാത്യു, MPTA പ്രസിഡന്റ് ശ്രീമതി അനു രാജേഷ്. എല്ലാ മാസവും PTA എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഏക മനസ്സോടെ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നു. ഈ അവസരത്തിൽ പൂർവ്വ അധ്യാപക അനധ്യാപക സംഘടന നമ്മുടെ സ്കൂളിനോട് കാണിക്കുന്ന ശ്രദ്ധയും താല്പര്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രസിഡന്റ് ശ്രീ PV ഇമ്മാനുവേൽ, സെക്രട്ടറി ശ്രീ MV ജോസഫ് മാലിക്കുടി എന്നിവർ പ്രവർത്തിച്ചു വരുന്നു. HSS വിഭാഗത്തിൽ 25 അധ്യാപകരും 2 അനധ്യാപകരും, UP HS വിഭാഗങ്ങളിലായി 35 അധ്യാപകരും 5 അനധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. തികച്ചും ശാന്തവും സ്വസ്ഥവുമായ വിദ്യാലയ അന്തരീക്ഷം വിദ്യാർത്ഥികളിൽ ഉത്സാഹവും ഉന്മേഷവും പഠനാഭിമുഖ്യവും വളർത്തുന്നു. HSS-ൽ 574 കുട്ടികളും UP HS വിഭാഗങ്ങളിലായി 945 കുട്ടികളും ഇവിടെ അധ്യയനം നടത്തുന്നു. സെന്റ് ജോർജിന്റെ അഭിമാനത്തിന്റെ, ആത്മസംതൃപ്തിയുടെ, അതിലേറെ ദൈവാനുഗ്രഹത്തിന്റെ ധന്യ നിമിഷങ്ങൾ. SSLC 100% വിജയം കൈവരിച്ചു. 40 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. +2 റിസൾട്ട് HSS വിജയശതമാനം 93. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ 42. ബയോളജി സയൻസ് 95%, കമ്പ്യൂട്ടർ സയൻസ് 100%, കൊമേഴ്സ് 83%, ഹ്യൂമാനിറ്റീസ് 94%. 2025 ജൂൺ 13 നടത്തിയ മെറിറ്റ് ഡേയിൽ SSLC +2 തലത്തിൽ A+ ജേതാക്കൾ, NMMS USS സ്കോളർഷിപ്പ് വിജയികൾ എന്നിവർക്ക് കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി വെരി റെവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ മാനേജർ, വാർഡ് കൗൺസിലർ, പ്രിൻസിപ്പൽ, HM, മുൻ പ്രിൻസിപ്പൽ, PTA MPTA പ്രസിഡന്റുമാർ എന്നിവർ പ്രതിഭകളെ മെമ്മന്റോ നൽകി ആദരിച്ചു. അക്കാദമിക പ്രവർത്തനങ്ങൾ 2025 ജൂൺ 2 സ്കൂൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാത്യു കൊച്ചുപുരക്കൽ, പ്രിൻസിപ്പൽ ശ്രീ ജെയിൻ ജോസ്, ഹെഡ് മിസ്ട്രസ് ശ്രീമതി സ്റ്റെല്ല മാത്യു, വാർഡ് കൗൺസിലർ ശ്രീ റിൻസ് റോയ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രവേശനോത്സവ ഗാനം എല്ലാവർക്കും കേൾക്കുവാനുള്ള അവസരമൊരുക്കി നവാർദ്ധരെ മധുര പലഹാരങ്ങൾ നൽകി ഹൃദ്യമായി സ്വീകരിച്ചു. +1 തലത്തിൽ ജൂൺ 18 പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾ ആരംഭിച്ചു. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ക്ലാസ് സമയത്തിന് മുൻപും ശേഷവും നടത്തപ്പെടുന്ന പ്രത്യേക പരിശീലന ക്ലാസുകൾ, ഒരു ദിവസം പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ക്ലാസ് PTA-കൾ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കായി റെമഡിയൽ ക്ലാസുകൾ, പ്രത്യേക ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്ന കുട്ടികൾക്കായി PRC-യിൽ നിന്നും രമ്യ ടീച്ചറിന്റെ സേവനം എന്നിവ കൃത്യതയോടെ നടത്തപ്പെടുന്നു.
സ്ഥലമാറ്റങ്ങൾ, സ്ഥാന നിയമനങ്ങൾ. സുതാര്യമായ സംവിധാനക്രമം പാലിച്ചുകൊണ്ട് മാനേജ്മെന്റ് യഥാസമയം നടത്തുന്ന അധ്യാപക അനധ്യാപകരുടെ സ്ഥലമാറ്റങ്ങളും സ്ഥാന നിയമനങ്ങളും സ്കൂൾ പ്രവർത്തനങ്ങളെ സുഗമവും കാര്യക്ഷമവുമാക്കുന്നു. സ്കൂൾ പാർലമെന്റ് തികച്ചും ജനാധിപത്യപരമായ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. സ്കൂൾ അസംബ്ലി കുട്ടികളിൽ അച്ചടക്കവും അനുസരണയും ആത്മവിശ്വാസവും വളർത്തുന്നതിനായി ക്ലാസ് അടിസ്ഥാനത്തിൽ അസംബ്ലി നടത്തിവരുന്നു. പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ സൊസൈറ്റി വഴി ലഭ്യമാക്കുന്നു. വായനയുടെ വിശാലമായ ലോകം സ്കൂൾ ലൈബ്രറി. തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള ക്ലാസ് റൂം ലൈബ്രറികൾ സജ്ജമാക്കിയിരിക്കുന്നു. ആഘോഷങ്ങൾ, ദിനാചരണങ്ങൾ. നാടിന്റെ നന്മയും സാംസ്കാരിക തനിമയും വിളിച്ചറിയിക്കുന്ന ആഘോഷങ്ങളും ദിനാചരണങ്ങളും നടത്തിപ്പോരുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വൃക്ഷത്തൈ നടൽ, വിവിധ മത്സരങ്ങൾ, സ്കൂൾ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ജൂൺ 19 വായനാ ദിനം, യോഗാ ദിനം, സ്വാതന്ത്ര്യ ദിനം, ശിശുദിനം സമുചിതമായി ആഘോഷിച്ചു. ലഹരി വിരുദ്ധ ദിനം. അന്നേ ദിവസം മജീഷ്യൻ ജോയ്സ് മുക്കടം നടത്തിയ മാജിക് ഷോ, ബോധവൽക്കരണ പ്രോഗ്രാമുകൾ എന്നിവ ലഹരിക്കെതിരായ സന്ദേശം നൽകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്വന്തമായി വരച്ചു തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നൽകി ആശംസകൾ അറിയിച്ചു. ഓണാഘോഷം. പൂക്കളം, ഓണസദ്യ, ഓണപ്പായസം, സ്കൂൾ അമ്മയെ ആദരിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് പാപ്പ, കരോൾ ഗാനം, പുൽക്കൂട്, ക്രിസ്മസ് കേക്ക് എങ്ങും ആഹ്ലാദവും സന്തോഷവും പകർന്നു നൽകി. കുട്ടികളായ നമ്മളിലെ വൈവിധ്യമാർന്ന കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും എത്രയെത്ര ക്ലബ്ബുകൾ, സംഘടനകൾ. കലാപരമായ നിപുണത വളർത്തിയെടുക്കാൻ, സർഗാത്മക പ്രവർത്തനങ്ങളിൽ മികവുറ്റവരാകാൻ വിദ്യാരംഗം കലാസാഹിത്യവേദി. ഭൗതികമായ ഉണർവിനും അന്വേഷണ തൽപരതയും ശാസ്ത്ര കൗതുകവും വളർത്താൻ മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് ക്ലബ്ബുകൾ. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ സ്വായത്തമാക്കുവാൻ, അറിയുവാൻ, സഭ്യമായ ഡിജിറ്റൽ സൗഹൃദം പുലർത്തി വളരുവാൻ IT ക്ലബ്, ആന്റി നാർക്കോട്ടിക് ക്ലബ്, ടീൻ ക്ലബ്, YIP, ലിറ്റിൽ കൈറ്റ്സ് എന്നു തുടങ്ങി ആരോഗ്യമുള്ള തലമുറ നാടിന്റെ സമ്പത്ത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുവാൻ പ്രാപ്തരാക്കാൻ ഹെൽത്ത് ക്ലബ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ, പരിസ്ഥിതി സൗഹൃദം പുലർത്തി വളരുവാൻ നേച്ചർ ക്ലബ്. സമ്പാദ്യശീലം വളർത്തുവാൻ സ്റ്റുഡന്റ് സേവിംഗ് സ്കീം. എല്ലാ ആഴ്ചകളിലും അയൺ, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് വിതരണം. സമയബന്ധിതമായി മാതാപിതാക്കളുടെ പരിപൂർണ സമ്മതത്തോടെ നടത്തപ്പെടുന്ന TD വാക്സിനുകൾ. കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയുള്ള കണ്ണു പരിശോധന. മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ കൗൺസിലിംഗ് സൗകര്യം. സിസ്റ്റർ ജിസ്മിതയുടെ സേവനം എല്ലാ ആഴ്ചകളിലും ക്രമീകരിച്ചിരിക്കുന്നു. നൂൺ ഫീഡിംഗ്. 520 കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകി വരുന്നു. പ്രതിസന്ധികളിൽ കരുത്തേകാൻ, ഒപ്പം ചേർത്ത് നിർത്താൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സോഷ്യൽ സർവീസ് ക്ലബ്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനസഹായം, ചികിത്സാ സഹായം എന്നിവ നൽകി വരുന്നു. നവതിയുടെ ഈ വർഷം ചികിത്സാ സഹായമായി 5,50,000 രൂപ സമാഹരിച്ചു നൽകി. പൂർവ്വ അധ്യാപക അനധ്യാപക സംഘടന 14,000 രൂപയും ചികിത്സാ സഹായമായി നൽകി. ആധ്യാത്മിക ഉണർവിന് KCSL സംഘടന ആഴ്ചയിൽ 2 ദിവസം വേദപാഠം, മോറൽ സയൻസ് ക്ലാസുകൾ. ഒക്ടോബർ മാസത്തിലെ കൊന്ത നമസ്കാരം, വചന ബോർഡുകൾ, ആദ്യ വെള്ളിയാഴ്ചകളിലെ കുംഭസാരം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. മാനസിക ഉല്ലാസവും വിജ്ഞാന കൗതുകവും വളർത്തുന്ന പഠനയാത്ര. HSൽ നിന്ന് മൈസൂർ, ഊട്ടി, HSSൽ നിന്ന് ഊട്ടി എന്നിവിടങ്ങളിലേക്ക് പഠനയാത്രകൾ നടത്തി. പഠനത്തിന് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായി വിവിധ സ്കോളർഷിപ്പുകൾ. ദേശസ്നേഹവും നേതൃത്വപാഠവും പുലർത്തി പുതുതലമുറയെ വളർത്തിയെടുക്കാൻ NSS, NCC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകൾ. ഇവയുടെ നേതൃത്വത്തിൽ റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രവർത്തനങ്ങൾ, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസുകൾ, ഫുഡ് ഫെസ്റ്റ്, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ, ആന്റി ഡ്രഗ് ക്യാമ്പയിൻ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ. IIT മദ്രാസിന്റെ സ്കൂൾ കണക്റ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഡിജിറ്റൽ യുഗത്തിലെ നവസാങ്കേതിക വിദ്യയുടെ നൂതന മേഖലകൾ അറിയുവാനും കുട്ടികൾക്ക് അവയോട് ആഭിമുഖ്യം വളർത്തുവാനും
സാധിക്കുന്നുണ്ട് എന്നതേറെ അഭിമാനകരമാണ്. സബ് ജില്ലാതല സ്കൂൾ കലോത്സവ നടത്തിപ്പിൽ കലവറ നിറയ്ക്കലിന് നാം പങ്കാളികളായി. മികവുകൾ, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ. സബ് ജില്ലാ സ്കൂൾ കലോത്സവം HS വിഭാഗം ഓവറോൾ തേർഡ്. HS വിഭാഗം ഓവറോൾ തേർഡ്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകൾ. HSS വിഭാഗം ഗണിതശാസ്ത്രമേള ഓവറോൾ തേർഡ്. HS വിഭാഗം സാമൂഹിക ശാസ്ത്രമേള ഓവറോൾ സെക്കൻഡ്. സയൻസ് മേള ഓവറോൾ തേർഡ്. അനുമോദനങ്ങൾ, ആശംസകൾ. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഗുരുജ്യോതി കലാരത്ന സംസ്ഥാന അധ്യാപക അവാർഡിന് അർഹനായ സാബു സാർ. എറണാകുളം ജില്ലാതല ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ നിർമ്മിച്ചു നൽകിയ ഈ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അനുഗ്രഹ സാബു എന്നിവർക്കും സബ് ജില്ലാ കലാകായിക പ്രവൃത്തി പരിചയ IT, സോഷ്യൽ സയൻസ്, ഗണിതശാസ്ത്ര മേളകളിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ. സബ് ജില്ലാ അത്ലറ്റിക് മത്സരം 4ാം സ്ഥാനം, ഫുട്ബോൾ സബ് ജൂനിയർ 1ാം സ്ഥാനം, ജൂനിയർ സീനിയർ വിഭാഗം 3ാം സ്ഥാനം, കരാട്ടെ ജില്ലാതലം, ടെന്നിക്കോയിറ്റ് ജാവലിൻ ത്രോ സംസ്ഥാന തലം, തായ്ക്കൊണ്ടോ വിഭാഗത്തിൽ വെങ്കല മെഡൽ. കോതമംഗലം എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ 2025 പ്രിൻസിപ്പൽ ഓഫ് ദ ഇയർ അവാർഡിന് മുൻ പ്രിൻസിപ്പൽ ശ്രീ ബിജു ജോസഫ് അർഹനായി. എഡ്യൂകെയർ അവാർഡ് മികച്ച ഡിജിറ്റൽ സൗഹൃദ സ്കൂളിനായി അക്കാഡമിക് എക്സലൻസ്. MLA അവാർഡ് CM ഷീൽഡ് കോമ്പറ്റീഷനിൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മുടെ സ്കൂളിലെ റോവ യൂണിറ്റിന് 1ാം സ്ഥാനം ലഭിച്ചു. റോട്ടറി ക്ലബ് നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസിന് 1ാം സ്ഥാനം ലഭിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ 2024-25 അധ്യയന വർഷത്തെ +2 പരീക്ഷയിൽ കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് 100% വിജയം നേടിയ സ്കൂൾ. SSLC 100% വിജയം കൈവരിച്ചതിന് ദീപിക ദിനപത്രത്തിന്റെ ആദരവ്. ബ്രെയിനി ക്വിസ്റ്റ് 1ാം സ്ഥാനം. മികച്ച നടത്തിപ്പിന് സയൻസ് ഫെയർ ട്രോഫി. ദീർഘമായ സേവനത്തിനു ശേഷം തന്റെ കർമ്മരംഗത്ത് നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല ടീച്ചർ, സെന്റ് ജോർജിന്റെ പ്രഥമ വനിതാ HM, ഏറ്റവും സൗമ്യമായ പെരുമാറ്റം, തികച്ചും ശാന്തമായി ദീർഘവീക്ഷണത്തോടെ കാര്യക്ഷമമായി തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തി നമ്മെ നയിച്ചു. സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലകൊണ്ടു. ബഹുമാനപ്പെട്ട ടീച്ചർ നാളിതുവരെ നൽകിയ എല്ലാ സേവനത്തിനും ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി അറിയിക്കുന്നു. സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ രാജേന്ദ്രൻ പോറ്റി സാർ, ലിൻസി ടീച്ചർ, ശൈല ടീച്ചർ, നിങ്ങൾ പകർന്നു നൽകിയ അറിവിന്റെ അക്ഷര വെളിച്ചം ജീവിതപാതയിൽ ഞങ്ങൾക്കെന്നും അനുഗ്രഹമായി തീരും. എന്നും എപ്പോഴും എല്ലാവിധ സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.